ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 8th സ്റ്റാൻഡേർഡിലെ 2023-24 അധ്യയന വർഷത്തെ കേരള പാഠാവലി വാർഷിക മൂല്യനിർണ്ണയം ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് ഇന്ന് നടന്ന നിങ്ങളുടെ കേരള പാഠാവലി ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. 1 മുതൽ 5 വരെ ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഒരു സ്കോർ വീതമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യം: വന്ദനം വന്ദനം ചിത്തം കവർന്നിടും ചന്ദനമാമോദം കലർന്ന ഭാഷേ. മാണിക്യവീണ. ചന്ദനമോദം കലർന്ന ഭാഷ, ചന്ദനാമോദം കലർന്ന ഭാഷ എന്ന പ്രയോഗം നൽകുന്ന സൂചന എന്ത്? മലയാള ഭാഷയുടെ സൗന്ദര്യം, ചന്ദനത്തിൻ്റെ സൗന്ദര്യം, മലയാള ഭാഷയിലെ സാഹിത്യ സമ്പത്ത്, ചന്ദന നിറമുള്ള ഭാഷ. ആൻസർ എന്താണ്? അതെ, മലയാള ഭാഷയുടെ സൗന്ദര്യം. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം: ഇത്തിരിക്കൊരു സുഖം തോന്നുണ്ടെനിക്ക് നെൻ പൊത്തിലെത്ര നാളായി ഞാൻ ചുരുണ്ടുകിടക്കുന്നു. പെരുന്തച്ചൻ. ഈ വരികളിൽ തെളിയുന്ന പെരുന്തച്ചൻ്റെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. മടി പിടിച്ച് വീട്ടിലിരിക്കുന്നു, ശാരീരികവും മാനസികവുമായി തളർന്നു കിടക്കുന്നു, സ്വന്തം സുഖം മാത്രം പരിഗണിക്കുന്നു, ഏകാന്തതയിലാണ് ഏറ്റവും വലിയ സന്തോഷമെന്ന് കരുതുന്നു. ഇതിൽ ആൻസർ ഏതാണ്? അതെ, ശാരീരികവും മാനസികവുമായി തകർന്നു കിടക്കുന്നു. ആൻസർ ശാരീരികവും മാനസികവുമായി തകർന്നു കിടക്കുന്നു. ശരിയായി പിരിച്ചെഴുതിയത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. തുമ്പക്കുടം, തുമ്പക്കുടം. വിണ്ടലം, വിൺ പ്ലസ് തലം. തിരുവാതിര, തിരു പ്ലസ് ആതിര. നീലക്കാർ, നീല പ്ലസ് കാർ. ഇതിൽ നോക്കൂ, വിണ്ടലം നമുക്കറിയാം വിൺ പ്ലസ് തലമാണ്, പക്ഷെ എന്താണ് താ വരുന്നില്ലല്ലേ. തിരുവാതിരയാണ് ഇതിൽ ശരിയായത്. തിരുവാതിര, തിരു ആതിര. ഓക്കെ, തിരു അധികം ആതിരയാണ് എന്ത്? തിരുവാതിര. ഓക്കെ, നാലാമത്തെ ചോദ്യം: സാധുവാൻ കൃഷ്ണകന്നു നൽകുവാൻ പ്രകൃത്യംബസാമോദം സംഭരിച്ച രത്നങ്ങൾ നിറച്ചതാം ഇരുമ്പ് പെട്ടികളും പത്തായങ്ങളുമേറ്റം കവിതയോട്. ഇവിടെ രത്നങ്ങൾ എന്ന് സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? സ്വർണത്തെ, പൂക്കളെ, നെല്ലിനെ, പണത്തെ. എന്തിനെയാണ് കൂട്ടുകാരെ? അതെ, നെല്ലിനെയാണല്ലേ. ആൻസർ എന്താണ്? നെല്ലിനെ. അഞ്ചാമത്തെ ചോദ്യം: വെള്ളക്കടലാസ് ഇരുന്നു മുഷിയുന്നു, പേന കോട്ടുവായിടുന്നു, കളിയച്ചൻ ജനിക്കുന്നു. ഈ വാക്യങ്ങളുടെ ആശയത്തിന് ഏറ്റവും ഉചിതമായത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ഏറ്റവും ഉചിതമായത് ഏതാണ്? അതെ, കവിക്ക് കവിത എഴുതാൻ കഴിയാത്തതിൻ്റെ നിരാശ. കവിക്ക് കവിത എഴുതാൻ കഴിയാത്തതിൻ്റെ നിരാശ. ഓക്കെ, 6 മുതൽ 8 വരെ ചോദ്യങ്ങളിൽ ഏതെങ്കിലും 2 എണ്ണത്തിന് 1, 2, 3 വാക്യത്തിൽ ഉത്തരം എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 2 സ്കോർ വീതമാണ്. ഓക്കെ, നമുക്ക് നോക്കാം. 6ാമത്തെ ചോദ്യം: ആംഗലവാഴ്ചയും യുദ്ധക്കെടുതിയും ആകയൻ ഗ്രാമം തകർത്തിരുന്നു. വേദം. ഈ വരികളിൽ തെളിയുന്ന സാമൂഹിക ജീവിത അവസ്ഥകൾ കണ്ടെത്തി എഴുതുക. നമുക്ക് എന്തൊക്കെ എഴുതാം? ആംഗലവാഴ്ച എന്ന് പറയുമ്പോൾ അതേ ബ്രിട്ടീഷ് ഭരണം അല്ലേ. യുദ്ധക്കെടുതി, യുദ്ധമൊക്കെ നാട്ടിലുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ, പട്ടിണി, ദാരിദ്ര്യം. അപ്പോൾ ഈ വരികളിൽ തെളിയുന്ന സാമൂഹിക ജീവിതാവസ്ഥകൾ കണ്ടെത്തി എഴുതാൻ പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ എഴുതാം? ബ്രിട്ടീഷ് ഭരണവും യുദ്ധവും നാട്ടിലുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ, പട്ടിണി, ദാരിദ്ര്യം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: സ്വർണം വിളയുന്ന കിഴക്കേ ദിക്ക്, ചെങ്കതിർമാല ചൊരിയുന്ന ഉദയ സൂര്യപ്രഭ. ഈ വാക്യങ്ങളിലെ വർണ്ണനാ ഭംഗി വ്യക്തമാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, സ്വർണം വിളയുന്ന കിഴക്കേ ദിക്ക് എന്താണ്? ചെങ്കതിർമാല ചൊരിയുന്ന ഉദയ സൂര്യപ്രഭ അല്ലേ പറഞ്ഞിട്ടുള്ളത്. എന്താണ്? സൂര്യോദയത്തിൻ്റെ ഭംഗിയാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. സൂര്യോദയത്തെ സ്വർണം വിളയുന്ന ദിക്കായും സൂര്യരശ്മികളെ ചെങ്കതിർമാലയായും കൽപ്പിച്ചിരിക്കുന്നു. നമുക്ക് ആൻസർ എങ്ങനെ എഴുതാം? സൂര്യോദയത്തിൻ്റെ ഭംഗിയെയാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. സൂര്യോദയത്തെ സ്വർണം വിളയുന്ന ദിക്കായും സൂര്യരശ്മികളെ ചെങ്കതിർമാലയായും സങ്കല്പിച്ചിരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്നാലും അമ്മേ നിന്നെ കണ്ടീല നീ എങ്ങാവോ, നിന്നുണ്ണി യാരോ എന്നെ കൈവിട്ടു മറകയോ. കവിതയോട്. കവി ഇങ്ങനെ സങ്കടപ്പെടുന്നത് എന്തുകൊണ്ടാവാൻ? 2 നിരീക്ഷണങ്ങൾ കുറിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്തൊക്കെ എഴുതാം? അതെ, പ്രകൃതിയായ അമ്മയെ കാണാനുള്ള ഉത്കണ്ഠ, ഒന്ന് നമുക്കത് എഴുതാം. അതുപോലെ തന്നെ അമ്മയെ തിരഞ്ഞിട്ട് കാണാത്തതിൻ്റെ സങ്കടം. 2 നിരീക്ഷണങ്ങൾ നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് നമുക്ക് എഴുതാം, പ്രകൃതിയായ അമ്മയെ കാണാനുള്ള ഉത്കണ്ഠ, അതുപോലെ തന്നെ അമ്മയെ തിരഞ്ഞിട്ട് കാണാത്തതിൻ്റെ സങ്കടം. ഈ 2 നിരീക്ഷണങ്ങൾ കൂട്ടുകാർക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: 9 മുതൽ 14 വരെ ചോദ്യങ്ങളിൽ 5 എണ്ണത്തിന് അരപ്പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. കരച്ചിൽ വടു
കെട്ടിയ മുഖം, തേവി തേവി വറ്റിപ്പോയ കിണർ, പിഞ്ഞിക്കീറിയ പേഴ്സ്, അമ്മമ്മ. സൂചനകളും പാഠഭാഗങ്ങളും പരിഗണിച്ച് അമ്മമ്മയുടെ ജീവിതാവസ്ഥ വ്യക്തമാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ് നമ്മളിത് എഴുതേണ്ടത്? അതെ, അമ്മമ്മ എന്ന ഓർമ്മക്കുറിപ്പിൽ അമ്മമ്മയ്ക്കുള്ള സ്ഥാനം എഴുതണം. അതുപോലെ തന്നെ അമ്മമ്മയുടെ ദുരന്ത ജീവിതത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ടാവണം. പിന്നെ അമ്മമ്മയുടെ നിസ്സഹായാവസ്ഥ, അതുപോലെ തന്നെ ദരിദ്രാവസ്ഥയിലും പേരക്കുട്ടികളെ നന്നായി വളർത്താനുള്ള അമ്മമ്മയുടെ കഷ്ടപ്പാട്. അതുപോലെ ലാസ്റ്റ് എന്ത് എഴുതണം കൂട്ടുകാരെ? സ്വന്തം കാഴ്ചപ്പാട് കൂടി ഇതിൽ എഴുതേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ശാസ്ത്രമെന്നിയെ ധർമ്മസങ്കരം നടത്തുന്നോൻ, പുസ്തകമെന്നിയെ പുണ്യാദാപനം പുലർത്തുന്നോൻ എൻ്റെ ഗുരുനാഥൻ. കവിയുടെ നിരീക്ഷണങ്ങൾ ഗാന്ധിജിയുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി വ്യാഖ്യാനിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം കൂട്ടുകാർ ആദ്യം എന്ത് ചെയ്യണം? കാവ്യ സന്ദർഭം തിരിച്ചറിഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടാകണം. അതുപോലെ തന്നെ വരികളിൽ തെളിയുന്ന ഗാന്ധിജിയെ വ്യാഖ്യാനിച്ച് എഴുതണം. ഗാന്ധിജിയുടെ സവിശേഷതകളും എഴുതിയിട്ടുണ്ടാകണം. അതുപോലെ തന്നെ സത്യം, ധർമ്മം, അഹിംസ ഇവ വ്യക്തമാക്കുന്ന കവിതയിലെ മറ്റു വരികളും അതുപോലെ ഗാന്ധിജിയെ ബന്ധപ്പെടുത്തി വ്യാഖ്യാനിച്ച് എഴുതിയിട്ടുണ്ടാകണം. കൂട്ടുകാർക്ക് ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ മുഴുവൻ മാർക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആത്മാഭിമാനവും ആത്മവിശ്വാസവും തിരിച്ചു തരുന്നതിലൂടെ എനിക്കവൻ എൻ്റെ ജീവിതം തന്നെയാണ് കൃഷ്ണ തിരിച്ചു തന്നത്. നിങ്ങളെല്ലാം ഇന്നു കാണുന്ന ഈ ജീവിതം സുയോധനൻ അന്ന് എനിക്ക് ദാനമായി നൽകിയ ജീവിതമാണ്. ധർമ്മിഷ്ഠനായ രാധേയൻ. പാഠസന്ദർഭം വിശകലനം ചെയ്ത് കർണനും സുയോധനനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ പ്രത്യേകതകൾ കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ എന്തൊക്കെ എഴുതണം കൂട്ടുകാർ? അതിൽ കർണനും ദുര്യോധനും തമ്മിലുള്ള ബന്ധം എഴുതണം. അതുപോലെ തന്നെ കർണൻ ബന്ധങ്ങൾക്കും മൂല്യങ്ങൾക്കും കൊടുക്കുന്ന പ്രാധാന്യത്തെക്കുറിച്ച് എഴുതണം. കർണൻ്റെ ആത്മാർത്ഥത, ധർമ്മബോധം, ത്യാഗമനോഭാവം ഒക്കെ എഴുതണം. അതുപോലെ തന്നെ ലാസ്റ്റ് ഈ കുറിപ്പിൽ എന്തെഴുതണം? കൂട്ടുകാരുടെ സ്വന്തം കാഴ്ചപ്പാട് കൂടി എഴുതണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പശ്ചിമ തടാകത്തിലിറങ്ങി സ്നാനം ചെയ്തു ഇപ്പോൾ ചെമ്പട്ടടുത്തറക്ക ദീപവും കയ്യിലേന്തി പ്രാർത്ഥനയ്ക്കായി ചെല്ലും സന്ധ്യയാം പെൺകുടി. കവിതയോട് വരികൾ വിശകലനം ചെയ്ത് കാവ്യഭംഗി വ്യക്തമാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം കൂട്ടുകാർ എന്ത് ചെയ്യണം? അലങ്കാര ഭംഗി, സദൃശ്യ ഭംഗി, അതുപോലെ തന്നെ അസ്തമയ സമയത്ത് സന്ധ്യാം പെൺകുടിയോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നതിന് ഔചിത്യം എന്നിവയൊക്കെ എഴുതി എന്ത് ചെയ്യണം? കാവ്യഭംഗി വ്യക്തമാക്കി ഒരു വിശകലനം ചെയ്തൊരു കുറിപ്പ് തയ്യാറാക്കണം. ഓക്കെ, ദെൻ 13ാമത്തെ ചോദ്യം. ഭാരതപ്പുഴവക്ക്, നീലരാത്രി, വൈരപ്പൊടി ചിതറിയ ആകാശം, ദൂരെ മങ്ങിയ മലനിര, പുഴയുടെ ഏകാന്ത ശാന്ത സംഗീതം, കളിയച്ചൻ ജനിക്കുന്നു. കാണുന്നതെല്ലാം കവിതയാക്കുന്ന കവിയാണ് പി കുഞ്ഞിരാമൻ നായർ. ഈ പ്രസ്താവന ആത്മകഥാഭാഗവുമായി ബന്ധിപ്പിച്ച് വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ എന്തൊക്കെയാണ് അതിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്? കളിയച്ചൻ ജനിക്കുന്നു എന്ന ആത്മകഥ കഥാഭാഗം വ്യാഖ്യാനിച്ച് എഴുതിയിട്ടുണ്ടാകണം. അതുപോലെ തന്നെ കളിയച്ചൻ എന്ന കവിതയ്ക്ക് പിന്നിലെ സാഹചര്യങ്ങൾ വ്യക്തമാക്കി എഴുതണം. ഒരു സർഗാത്മക സൃഷ്ടി പിറക്കുന്നതിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൂടി നിങ്ങളിതിൽ എഴുതിയിട്ടുണ്ടാവണം. ഓക്കെ, ദെൻ 14ാമത്തെ ചോദ്യം. എൻകരം തോറ്റാലെന്താണെൻ മകൻ ജയിക്കുമ്പോൾ, എൻ കണ്ണിലുണ്ണിക്കേലും പുകളല്ലേ, കൊച്ചനെ സ്തുതിക്കുമ്പോൾ എൻമുഖം മങ്ങിപ്പോലും, തച്ചനായാലും ഞാനൊരച്ഛനല്ലാതായി പോമോ പെരുന്തച്ഛൻ. സമൂഹത്തിൻ്റെ അപവാദ പ്രചരണങ്ങൾക്ക് ഇരയായി തീരുന്ന മനുഷ്യരുടെ ആത്മസംഘർഷങ്ങളാണ് പെരുന്തച്ഛൻ്റെ ചോദ്യങ്ങളിലുള്ളത്. ഈ അഭിപ്രായത്തോടുള്ള നിങ്ങളുടെ പ്രതികരണം കുറിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം കൂട്ടുകാർക്ക് എന്ത് ചെയ്യാം? കവിതാ സന്ദർഭം തിരിച്ചറിഞ്ഞ് എഴുതണം. അതുപോലെ തന്നെ നിരപരാധിയായിരുന്നിട്ടും കുറ്റവാളിയായി മാറുന്ന പെരുന്തച്ഛൻ, അതുപോലെ തൻ്റെ നിരപരാധിത്വം വെളിപ്പെടുത്താൻ കഴിയാത്തതിലെ നിസ്സഹായത. ഞാൻ എന്തെഴുതണം? സ്വന്തം നിരീക്ഷണം എഴുതണം. അതുപോലെ തന്നെ സമകാലിക കാഴ്ചപ്പാടും കൂടി കൂട്ടുകാർ ഈ പ്രതികരണക്കുറിപ്പിൽ എഴുതേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 15 മുതൽ 17 വരെ ചോദ്യങ്ങളിൽ 2 എണ്ണത്തിനൊരു പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. കേരളത്തൂമൊഴി എന്നതു കേട്ടാൽ മതി കോരിത്തെരുപ്പിൻ്റെ കൊയ്ത്തുകാലം. മാണിക്യവീണ. മറ്റുള്ള ഭാഷകൻ കേവലം ധാത്രിമ മർത്യന് പെറ്റമ്മ തൻ ഭാഷ തൻ, എൻ്റെ ഭാഷ. ഓരോ മനുഷ്യനും അമ്മയോളം പ്രിയപ്പെട്ടതാണ് മാതൃഭാഷ. വരികളും പ്രസ്താവനയും വിശകലനം ചെയ്ത് മാതൃഭാഷയുടെ പ്രാധാന്യം എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ഉപന്യാസത്തിന് എന്താണ്? ഒരു ഘടനയുണ്ടല്ലേ, ഉചിതമായ ശീർഷകം വേണം. അതുപോലെ തന്നെ കവിതയിൽ മാതൃഭാഷയ്ക്ക് നൽകിയ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ ഉപന്യാസത്തിൽ എഴുതിയിട്ടുണ്ടാകണം.
നമുക്ക് എന്തൊക്കെ പോയിന്റ്സിൽ എഴുതാം? യെസ്, അമ്മയോളം പ്രിയപ്പെട്ടതാണ് എന്ത്? മാതൃഭാഷ. ദെൻ മാതൃഭാഷ പ്രാധാന്യമുള്ള മറ്റ് കവിതകൾ നമുക്കിതിൽ ഉൾപ്പെടുത്താം. ദെൻ മാതൃഭാഷ നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യകത, മാതൃഭാഷയ്ക്കുള്ള സമകാലിക പ്രസക്തി. ലാസ്റ്റ് ഉപന്യാസത്തിൽ എന്താണ്? ആ കൂട്ടുകാരുടെ സ്വന്തം കാഴ്ചപ്പാടുകൂടി എഴുതേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കൂ. 16ാമത്തെ ചോദ്യം എന്താണ്? താൻ എന്നും ഇന്നും കലാസവരിക്കു വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചവനാണ്. ആശാൻ കിരീടം തൊട്ട് വന്ദിച്ചു നമസ്കരിച്ചു. എന്തുകൊണ്ടോ കണ്ണു നിറഞ്ഞിരുന്നു. അരങ്ങൊഴിയുന്നതിന് മുമ്പായുള്ള അവസാനത്തെ വേഷം, അതുകൊണ്ട് അരങ്ങു തകർക്കുന്ന കളിയാവും. കീർത്തിമുദ്ര. ആശാൻ എന്ന കഥാപാത്രത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാം? കഥയിലെ മറ്റ് സന്ദർഭങ്ങളും പരിഗണിച്ച് കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. കഥാപാത്ര നിരൂപണം തയ്യാറാക്കുമ്പോൾ അതെ, കഥയിൽ ആശാൻ എന്ന കഥാപാത്രത്തിന് കൊടുക്കുന്ന സ്ഥാനം നമ്മൾ എഴുതണം. അതുപോലെ തന്നെ കലയോടുള്ള ആശാന്റെ സമർപ്പണ മനോഭാവം, ദെൻ കൃഷ്ണവേഷനും യവനവേഷവും തന്മയത്വത്തോടു കൂടി ആടി അവതരിപ്പിച്ചത്, അതുപോലെ അദ്ദേഹം കലയ്ക്ക് കൊടുക്കുന്ന മൂല്യം, പുതുതലമുറയോടുള്ള അതൃപ്തി, ദെൻ സമകാലിക പ്രസക്തിയും എഴുതണം. കൂട്ടുകാരുടെ സ്വന്തം നിരീക്ഷണവും കൂടി കഥാപാത്ര നിരൂപണത്തിൽ എഴുതേണ്ടതായിട്ടുണ്ട്. ദെൻ 17ാമത്തെ ചോദ്യം, ആശയങ്ങൾ, ആസ്വാദനാംശങ്ങൾ എന്നിവ പരിഗണിച്ച് കവിതയ്ക്ക് ആസ്വാദനം തയ്യാറാക്കുക. വയലാർ രാമവർമ്മയുടെ ഞങ്ങളുടെ മുത്തശ്ശി എന്ന കവിതാഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യുക? ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ്? ഇതിനൊരു ഉചിതമായൊരു ശീർഷകം വേണം. പിന്നെ കവിയെക്കുറിച്ചിട്ടൊരു ലഘു വിവരണം എഴുതണം. അത് ആരാണ് കവി ഇവിടെ? അതെ, വയലാർ രാമവർമ്മ. അദ്ദേഹത്തെക്കുറിച്ചൊരു ലഘു വിവരണം എഴുതിയിട്ടുണ്ടാവണം. പിന്നെ എന്താണ്? കവിതയിലെ ആശയം വിശകലനം ചെയ്ത് എഴുതണം. കവിതയിലെ മുത്തശ്ശി എന്ന പ്രതീകം വിശകലനം ചെയ്തിട്ടുണ്ടാവണം. അതുപോലെ തന്നെ കാവ്യഭംഗി വിശകലനം ചെയ്തിട്ടുണ്ടാകണം. ഇതുപോലെ സമാന കവിതകളെ കുറിച്ച് കൂട്ടുകാർക്ക് വേണമെങ്കിൽ സൂചിപ്പിക്കാവുന്നതാണ്. ദെൻ ഇഷ്ടപ്പെട്ട വരികളും ഇഷ്ടപ്പെടാനുള്ള കാരണവും എന്ത് നമ്മൾ ആസ്വാദനക്കുറിപ്പിൽ എഴുതേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ സമകാലിക പ്രസക്തിയെക്കുറിച്ച് പറയണം. ദെൻ ലാസ്റ്റ് എന്താണ്? സ്വഭിപ്രായം, അതായത് നിങ്ങളുടെ ഒരു അഭിപ്രായവും കൂടി ഈ ആസ്വാദനക്കുറിപ്പിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെ പോലെ കൂട്ടുകാരെ എഴുതിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? എളുപ്പമായിരുന്നില്ലേ? ഓക്കെ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.